നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മാറി നിക്കടി. എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി കൊല്ലാറാക്കിയിട്ട് അവള് സഹായിക്കാൻ വന്നിരിക്കുന്നു. അമ്മ ഔട്ട് ഓഫ് കവറേജാ. ഇതെന്താ നമ്മുടെ വീട്ടിലെ ഫോണിൽ മാത്രം ഇങ്ങനെ? ചേച്ചി വന്നല്ലോ. ചേച്ചി ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണോ? ഹോസ്പിറ്റലിൽ നിന്നോ? എന്തിന്? അല്ല, അപ്പൊ ചേച്ചി ഒന്നും അറിഞ്ഞില്ലേ? നീ കാര്യം എന്താന്ന് പറ. അല്ല, ചേച്ചി പേടിക്കാനൊന്നുമില്ല. എന്തോ ഒരു ആക്സിഡന്റ് പറ്റി കാർത്തി ഹോസ്പിറ്റലാന്ന്. അയ്യോ, എന്റെ മോനെന്താ പറ്റിയത്? ഏത് ഹോസ്പിറ്റലാ അവൻ? അയ്യോ ചേച്ചി, ടെൻഷൻ അടിക്കാനൊന്നുമില്ല. അതാ ഞങ്ങളും തിരക്കുന്നത്. മീനാക്ഷിയും കാർത്തിക്കും കൂടെ ബൈക്കിലൊന്ന് പുറത്തോട്ട് പോയതാ. ആക്സിഡന്റ് ആണെന്ന് മാത്രം അറിഞ്ഞു. ചേച്ചി പേടിക്കാതെ. മാലതിയും അമ്മയും നന്ദിനി അടുത്ത് കൊണ്ട് പോയിട്ടുണ്ട്. അവൻ ഏത് ഹോസ്പിറ്റലാണെന്ന് മാത്രം ഒന്ന് അറിഞ്ഞാൽ മതി. നീ നന്ദിനിയെ വിളിച്ചോ? അയ്യോ, വിളിച്ചില്ലായിരുന്നു. അവളെ ഒന്ന് വിളിച്ചേ. ഓ ശരി. അവരല്ലേ വരുന്നത്? എടുത്തി അവരെ കണ്ടില്ലേ? വേണ്ട, ഇനിയോട് തിരക്കണ്ട. അവരുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അയ്യോ മോനെ, കാർത്തി എന്താ പറ്റിയേ? പതുക്കെ പതുക്കെ. കൊച്ചുമകനുമായിട്ടുള്ള അവളുടെ വിവാഹബന്ധം എത്രയും വേഗം പിരിക്കണം. അല്ലെങ്കിൽ ആ മരണവും നാം മുന്നിൽ കാണുന്നു. മാറി നിക്കടി. എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി കൊല്ലാറാക്കിയിട്ട് അവള് സഹായിക്കാൻ വന്നിരിക്കുന്നു. നീ ഒറ്റ ഒരുത്തിയാ എന്റെ കുഞ്ഞിനെ ഈ കോലത്തിലാക്കിയത്. അമ്മേ, ഇവളും തെറ്റിയേട്ടാ ഇവളെങ്ങനെ വഴക്ക് പറയുന്നത്? ആരും ന്യായീകരിക്കണ്ട. ഇവൾ ആരാണെന്നും ഇവൾ എന്തൊക്കെ ചെയ്യുമെന്നും എനിക്കേ അറിയൂ. രാജലക്ഷ്മി, നീ കുഞ്ഞിനോട് പറയുന്ന ഓരോ മൂർച്ചയുള്ള വാക്കുകളും വന്നു തറയ്ക്കുന്നത് എന്റെ ചങ്കല. എന്റെ കുടുംബം തകരുകയാ. ദേ, എന്നെ കൊണ്ടിപ്പോ കൂടുതലൊന്നും പറയിപ്പിക്കരുത്. വാ മോനെ, പതുക്കെ പതുക്കെ. മീനാക്ഷി,
ഇപ്പൊ വേദനയുണ്ടോ മോനെ? ഇല്ലമ്മേ. മോളെ കാർത്തിക്, അവൻ എന്തെങ്കിലും? കാർത്തിട്ടൊന്നുമില്ലമ്മ, ഇപ്പൊ ഒരു കുഴപ്പമില്ല. പിന്നെ മോൾ എന്തിനാ കരയുന്നേ? അമ്മ പിന്നെയും വഴക്കു പറഞ്ഞോ? മുത്തശ്ശിക്കെന്നെ വെറുപ്പാമ്മ. വെറുക്കാണെങ്കി വെറുത്തോട്ടെ മോളെ. ആര് വെറുത്താലും എന്റെ മോൾക്ക് ഈ അമ്മയില്ലേ? മോന് ക്ഷീണമുണ്ടോ? മയക്കം വരുന്നുണ്ട്, മരുന്നിന്റെ. എന്നാ മോൻ ഉറങ്ങിക്കോ. സാവിത്രി, അവൻ ഉറങ്ങിക്കോട്ടെ. പോട്ടെ മോനെ. പതുക്കെ പതുക്കെ. പതുക്കെ. ഉറങ്ങിക്കോ. കുടുംബത്തിന്റെ സമാധാനം ഇല്ലാതാകുന്നത് ഇങ്ങനെ. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം, അല്ലാതെ ചീത്ത വിളിച്ചു മാറ്റി നിർത്തുകയല്ല വേണ്ടത്. ഒറ്റപ്പെടുത്തുന്നവർക്ക് അത് വലിയ സുഖമാണ്. പക്ഷേ ഒറ്റപ്പെടുന്നവരുടെ വേദന അതനുഭവിച്ചവർക്കേ അറിയൂ. ആ മീനാക്ഷിയുടെ വക്കാലത്തുമായിട്ട് വന്നതാണോ കൈമളേട്ടൻ? ആ മീനാക്ഷി അല്ല, നിന്റെ കൊച്ചുമകൾ മീനാക്ഷി. അവൾ ആരാണെന്ന് കൈമളേട്ടൻ അറിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.